ചെയ്തോ? ചെയ്തു. ചെയ്തോ? ഓക്കെ. അപ്പൊ നമ്മളെ ലാസ്റ്റ് ക്ലാസ് നോക്കിയിരുന്നോ? അതായത് ആ ഒരു സെക്ഷൻ നോക്കിയിരുന്നോ? കുറച്ചൊക്കെ നോക്കി. കുറച്ചൊക്കെ നോക്കി. എന്താ അവസ്ഥ? എന്തോ 3/4 ഒക്കെ ചോദിച്ചത് കേട്ടല്ലോ. അത് അതെന്തിനായിരുന്നു? ഞാൻ ജസ്റ്റ് ഡൗട്ട് ഉള്ളോണ്ട് ചോദിച്ചതാ. ഓക്കെ. ഞാൻ വിചാരിച്ചു ക്വസ്റ്റ്യൻ എവിടെ ഉള്ളതാണോന്ന്. അങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് പോട്ടോ. ഓക്കെ. ഒറ്റ സെക്കൻഡ്, ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുക്കട്ടെ. അപ്പൊ നമ്മളിനി ഈ ചാപ്റ്ററിന്റെ കുറച്ച് ലാസ്റ്റ് പാർട്ടിലോട്ടാണ് പോകുന്നത്. ലൈക്ക് കുറച്ചും കൂടെ പാർട്ട് നമുക്ക് നോക്കാം. ലാസ്റ്റിലെ കുറച്ച് ഇക്വേഷൻസ്, തിയറംസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. അതിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ കുറച്ച് റൂൾസ് നമ്മൾ ഫസ്റ്റ് കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. സെക്കൻഡ്, എൻ്റെ ടെക്സ്റ്റ് ബുക്ക് 1 മിനിറ്റ്, നെറ്റ് തീരെ ലോഡ് ആവുന്നില്ല. ഒരു സെക്കൻഡ്. ഹലോ, ഹലോ മാം. കേൾക്കുന്നില്ലേ? ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം.
ചെറിയ നെറ്റിന് പ്രശ്നം വന്നാൽ ഓക്കെ. സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് കുറച്ച് അതായത് ലാസ്റ്റ് പാർട്ടിൽ കുറച്ച് നമുക്ക് തിയറംസ്, അതായത് കുറച്ച് പ്രൂഫ് പഠിക്കാൻ, പ്രൂഫ് അല്ല കുറച്ച് പ്രൂഫ്, അതായത് തിയറംസ് പഠിക്കാനുണ്ട്. ആ തിയറംസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർക്കിൾ റിലേറ്റഡ് ആയതുകൊണ്ട്, ഇഫ് ദ ടു കോഡ്സ് ഓഫ് എ സർക്കിൾ, നമ്മുടെ സർക്കിളും രണ്ട് കോഡ്സ്, ടു കോഡ്സ് ഉള്ള കേസാണ് അടുത്തത് പറയുന്നത്. ഇതുവരെ ഒരു സിംഗിൾ കോഡ്, അതുപോലെ തന്നെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതുപോലെ നമ്മളിപ്പോ എന്തായിരുന്നു പഠിച്ച ആർക്ക്, ആംഗിള്, ഈ ഒരു റിലേറ്റഡ് കാര്യങ്ങളായിരുന്നു പഠിച്ചിരുന്നേ. അപ്പൊ ഇനി നമ്മള് രണ്ട് കോഡ് വരുന്ന കേസാണ് പഠിക്കുന്നത്. രണ്ട് കോഡ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസും അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞത്, ഇഫ് ദ ടു കോഡ്സ് ഓഫ് എ സർക്കിൾ ഇന്റർസെക്ട് വിത്തിൻ ദ സർക്കിൾ ദെൻ ദ പ്രൊഡക്ട്സ് ഓഫ് ദ പാർട്ട് ഓഫ് ദ ടു കോഡ്സ് ആർ ഈക്വൽ. അതായത് സപ്പോസ് ഒരു സർക്കിളില് രണ്ട് കോഡ്സ്, ഇതൊരു കോഡ് ആയിക്കോട്ടെ, ഇതൊരു കോഡ് ആയിക്കോട്ടെ, ഇവർ തമ്മിലുള്ള ഇന്റർസെക്ഷൻ ഇവിടെ സപ്പോസ് ഈ പി എന്ന്, ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞ കോഡും അതുപോലെ തന്നെ സി ഡി എന്ന് പറഞ്ഞ കോഡും ഇന്റർസെക്ട് ചെയ്യുന്നത് വിത്തിൻ ഇൻസൈഡ് ദ സർക്കിൾ, ഈ സർക്കിളിന്റെ അകത്ത് ഒരു പി എന്ന് പറഞ്ഞ പോയിന്റിലാണെങ്കിൽ പ്രൊഡക്ട്സ് ഓഫ് ദ പാർട്സ് ഓഫ് ദ ടു കോഡ്സ്, കോഡിന്റെ രണ്ട് പാർട്ടുകൾ, അതായത് ഇപ്പൊ ഇതിന് എന്ത് ഫോളോ ചെയ്യുന്ന പറഞ്ഞത്, പി എ ഇൻറ്റു പി ബി is equal to പി സി ഇൻറ്റു പി ഡി. ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്നിട്ട് കോഡിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് കോഡിന്റെ രണ്ട് സൈഡിലോട്ട്, അതായത് ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് ഫസ്റ്റ് കോഡിന്റെ രണ്ട് പാർട്ടിന്റെ പ്രൊഡക്റ്റ് ഈക്വൽ ടു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് സെക്കൻഡ് കോഡിന്റെ രണ്ട്, ഇതിന്റെ പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു ഇതിന്റെ പ്രൊഡക്റ്റ്. ഇതാണ് ഫസ്റ്റ് റൂള്. അപ്പോൾ രണ്ട് കോഡ്സ് ഒരു സർക്കിളിന്റെ അകത്ത് ഇൻസൈഡ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ആ കോഡിന്റെ പാർട്സിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് വേറെ രീതിയിൽ സെയിം കാര്യം നമുക്ക് വേറെ രീതിയിലും പറയാം. ഇഫ് ദ ടു കോഡ്സ് ഓഫ് എ സർക്കിൾ ഇന്റർസെക്ട് വിത്തിൻ എ സർക്കിൾ, ഇതേപോലെ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ and the rectangles formed by the parts of the same code have equal area. അതായത് ഇവര് ഈ കോഡുകൾ തമ്മിൽ ഫോം ചെയ്യുന്ന റെക്റ്റാങ്കിൾ, ഇത് വെച്ചിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ ഫോം ചെയ്യാൻ എന്തുണ്ടായിരിക്കും, സെയിം ഏരിയ. അതായത് നമുക്ക് എങ്ങനെ പറയാം, ഈ ഒരു കോഡിൽ നിന്ന് ഇപ്പൊ സപ്പോസ് നമ്മൾ ഇങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഇതാ ഈ ഒരു കോഡിൽ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കാണ്. സിമിലർലി ഈ ഒരു കോഡിൽ നിന്നിട്ട് ഈ ഒരു കോഡിന്റെ ഈ ഒരു പാർട്ട്, ഈ ഒരു ദിസ് ഇസ് എ ഫസ്റ്റ് റെക്റ്റാങ്കിൾ, ഇതാണ് ഫസ്റ്റ് ഫോം ചെയ്ത റെക്റ്റാങ്കിൾ. സെക്കൻഡ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞതാല ഈ ഒരു കോഡിൽ നിന്നിട്ട് ഈ രണ്ട് കോഡ്സ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന സെക്കൻഡ് റെക്റ്റാങ്കിൾ ആണ് ഇത്. അപ്പോൾ ഇതിന്റെയും കറസ്പോണ്ടിങ്ങിൽ എന്താണ് ഈക്വൽ ആയിരിക്കും പറഞ്ഞത്, ഏരിയാസ് ഈക്വൽ ആയിരിക്കും. കാരണം നമുക്കറിയാം പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഇത് രണ്ട് സൈഡ്സ് ആണെങ്കിൽ പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്ന റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, സം പ്രൊഡക്റ്റ് ഓഫ്, ഇപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, റെക്റ്റാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞു ഒരു കോഡ് സർക്കിളിന്റെ അകത്ത് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ആ കോഡിന്റെ പ്രൊഡക്റ്റുകൾ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കോഡ് വെച്ചിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിന്റെ ഏരിയാസും ഈക്വൽ ആയിരിക്കില്ലേ. ഈ സെയിം സംഭവം തന്നെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് റൂൾ മാറ്റി പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. അപ്പൊ രണ്ട് റൂൾസ് അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഫസ്റ്റ് നോക്കാനുള്ള രണ്ട് റൂൾസ്. പിന്നെ നമ്മൾ സെക്കൻഡ് നോക്കുന്ന കേസ് എന്ന് പറഞ്ഞത്, the product of the parts into which a diameter of a circle is cut by a perpendicular chord is equal to the square of half of the chord. അതായത് നമ്മൾ നോർമൽ കോഡാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഡയമീറ്റർ എന്ന് പറഞ്ഞ കോഡിനെ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ദിസ് ഇസ് എ സർക്കിൾ, ഈ ഒരു സർക്കിളില് ഡയമീറ്റർ ഇത് ഡയമീറ്റർ into which a diameter is cut by a perpendicular chord, ഒരു പെർപെൻഡിക്കുലർ ഒരു 90 ഡിഗ്രി ഒരു കോഡ്. ഇത് രണ്ട് കോഡ്, ഈ നേരത്തെ കേസും ഈ കേസും സെയിം തന്നെയാണ്. ഇവിടെ ഡയമീറ്റർ ആണ് ഒരു കോഡ്, മറ്റേതന്നെ ഒരു നോർമൽ കോഡ്. നേരത്തെ കേസിൽ ഡയമീറ്റർ ആകാതിരിക്കാം. ഈ ഒരു റൂൾ എന്ന് പറയുന്നത് ഒരു കോഡ് ഡയമീറ്റർ ആയിരിക്കണം, രണ്ടാമത്തെ കോഡ് ഈ ഡയമീറ്ററിനോട് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചതായിരിക്കണം. സപ്പോസ് ഇത് പി
എ ബി സി ഡി. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? നമുക്കുള്ള റൂൾ എന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് തന്നെയാണ്. പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ ആയിരിക്കും. നേരത്തെ സ്ക്വയർ അല്ലായിരുന്നു, ഇവിടെ എന്താണ്? പി സി സ്ക്വയർ ആയിരുന്നു. ഓക്കെ, ഓക്കെ ആണോ? പി മീൻസ് ആംഗിൾ ആണോ? എന്താണ്? അല്ല, ആംഗിൾ പി എ ആണ് ഈ ലെങ്ത്. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ, ഇത് ഇൻറ്റു ഇത് ഈസ് ഈക്വൽ ടു, ഇതിന് പകരം ഈ ഒരു പെർപെൻഡിക്കുലർ ബൈസ് ഈ രണ്ട് സൈഡ് എടുക്കുന്നതിന് പകരം എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് സ്ക്വയർ എടുത്തു. ഓക്കെ, ഹാഫ് ഓഫ് ദ കോഡിന്റെ, ഈ കോഡിന്റെ ഹാഫിന്റെ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് ഈക്വൽ ടു ഇതായിരിക്കും. അതായത് ഇപ്പൊ സെയിം ഇത് ശരിക്കും എന്താ? പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ എന്തായിട്ട് വരിക? പി സി ഇൻറ്റു ഡി സി ഇങ്ങനെയാ വരിക. പി സിയും ഡി സിയും ഈക്വലാ, കാരണം ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരയ്ക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയറിന് എഴുതി, അത്രേ ഉള്ളൂ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് കോഡ്സ് വെച്ചിട്ട് നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഫോംഡ് ഓഫ് പാർട്സ് ഇൻടു വിച്ച് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഇസ് കട്ട് ബൈ എ പെർപെൻഡിക്കുലർ കോഡ് ഇസ് ഈക്വൽ ടു ദ ഏരിയ. അതായത് ഈ ഒരു സ്ക്വയർ, നേരത്തെ കേസിൽ രണ്ട് റെക്ടാങ്കിൾ ആയിരുന്നു, ഈ ഒരു കേസിൽ ഇവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഒരു മിനിറ്റ്, ഇവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ഇവിടെ സ്ക്വയർ ആയിരിക്കും. ഇത് സ്ക്വയർ ആയിരിക്കും. ഇവ സ്ക്വയറും ഇവിടെ റെക്ടാങ്കിളും ആയിരിക്കും. ഇവിടെ സ്ക്വയറും ഇവിടെ റെക്ടാങ്കിളും. അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ഈക്വൽ ടു എന്തിന്റെ ഏരിയ ആവും? ഈ സ്ക്വയറിന്റെ ഏരിയ ആയിരിക്കും. ഓക്കെ, ഇവിടെ പി സി സ്ക്വയർ ആ കൊടുത്തത്. അതായത് ഈ റെക്ടാങ്കിളിന്റെ എ ഡി ഇവിടെ ഇ കൊടുക്കുകയാണെങ്കിൽ എ പി ഡി ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്ടാങ്കിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എഫ് കൊടുക്കുകയാണെങ്കിൽ പി സി എഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ ഈക്വൽ ടു എന്തായിരിക്കും? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ആയിരിക്കും. ഓക്കെ, ഡിയോ ഡി താഴെ, പി പറഞ്ഞ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, രണ്ട് സിമ്പിൾ റൂൾസ് ആണ്. റൂൾസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സർക്കിള് നോർമൽ ഡയമീറ്റർ ഇല്ലാത്ത ഒരു കോഡ്, സാധാരണ രണ്ട് കോഡ് വെച്ച് സർക്കിളിന്റെ അകത്ത് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഇൻറ്റു ഈ ഒരു എ ബി സി ഡി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പറയാം. അതുപോലെ തന്നെ ഇത് വെച്ച് ഫോം ചെയ്യുന്ന റെക്ടാങ്കിൾസ്, ഈ കോഡ് വെച്ച് ഫോം ചെയ്യുന്ന റെക്ടാങ്കിൾസിന്റെ ഏരിയ ഈക്വൽ ആവും എന്ന് പറയാം. അതേപോലെ തന്നെ സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞത് ഡയമീറ്റർ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചിട്ട് കട്ട് ചെയ്തു, 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഇതേ റൂള് തന്നെ ഇപ്പൊ ഇവിടെ പി എ ബി സി ഡി, അങ്ങനെയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പി സി സ്ക്വയർ അല്ലെങ്കിൽ പി ഡി സ്ക്വയർ കൊടുക്കും. നേരത്തെ കേസ് പോലെ ഇവിടെ റെക്ടാങ്കിൾ ആയിരിക്കില്ല, ഈ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ ഈ പാർട്ടില് സ്ക്വയർ ആയിരിക്കും. ഈ സ്ക്വയറിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു ഈ ഒരു റെക്ടാങ്കിൾ ഫോം ചെയ്ത റെക്ടാങ്കിളിന്റെ ഏരിയ. ഇങ്ങനെ ആയിരിക്കും സെക്കൻഡ് റൂള്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, ഈ റൂൾ വെച്ചിട്ട് തന്നെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞത്, in the picture chords A, B and C, D of a circle are extended to meet at P. അപ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ആ സർക്കിളില് എന്താ പറഞ്ഞത്? എ ബിയും സി ഡിയും സർക്കിളില്, ഓക്കെ, ഇതാണ് എ ബി എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ടായിരുന്നു, സി ഡി എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ടായിരുന്നു. എ ബിയും സി ഡി എക്സ്റ്റെൻഡ് ചെയ്ത് എത്തിച്ചു, പി വരെ വരച്ചു. ഓക്കെ, പി വരെ എത്തിച്ചു. ഇനി ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, പ്രൂവ് ദാറ്റ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ പി സി ആൻഡ് പി ബി ഡി. എ പി സി എന്ന് പറയുമ്പം ഇതായിരിക്കും ട്രയാങ്കിൾ എ പി സി. ഇതാണ് എ, ഇതാണ് പി, എന്താണ് സി. ഈ ഒരു ട്രയാങ്കിൾ എ പി സി, അതുപോലെ തന്നെ പി ബി ഡി. പി
ബി ഡി. ഇവിടെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ സെക്കൻഡ് ട്രയാങ്കിൾ. ഇതിന്റെ ഫോം ബൈ ജോയിനിങ് എ ഡി. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്തായിരിക്കും പറഞ്ഞത്? സെയിം ആയിരിക്കുന്ന പ്രൂവ് ചെയ്യാനാ പറഞ്ഞത്. ഓക്കെ, ഓക്കെ. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾ സെയിം ആയിരിക്കുന്നു പ്രൂവ് ചെയ്യാനാ പറഞ്ഞത്. ഫസ്റ്റ് നമുക്കൊന്ന് ഫിഗർ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് എന്ത് മനസ്സിലാവും? എ ബി സി ഡി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ റൂൾസ് ഒക്കെ ഓർമ്മ ഉണ്ടോ? ഫ്രം ഫിഗർ നമുക്ക് എന്ത് പറയാ? ഫ്രം ഫിഗർ എ ബി സി ഡി എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. എ ബി സി ഡി സൈക്ലിക് ആണ്. സൈക്ലിക് ആയാൽ ഇപ്പൊ സപ്പോസ് നമുക്ക് ആംഗിൾസിന് ഒരു പേര് കൊടുക്കാം. ഇവിടെ എക്സ് എന്ന് കൊടുക്കും, ഇവിടെ എക്സ് എന്ന് കൊടുക്കാം, ഇവിടെ വൈ എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബാക്കി ആംഗിൾസ്? ആംഗിൾ ഡി എത്രയായിരിക്കും? സിക്കൽ ടു സോറി എ പ്ലസ് ഡി സിക്കൽ ടു 180 ആയിരിക്കും. അപ്പൊ ഡി മാത്രം എന്തായിരിക്കും? ഈ സൈഡിലെ ഡി എത്ര ആയിരിക്കും? ആംഗിൾ 180 മൈനസ് എക്സ് ഇവിടെ 180 മൈനസ് വൈ. ഓക്കെ, ഇവിടെ 180 മൈനസ് എക്സും ഇവിടെ 180 മൈനസ് എക്സ് വരും. ഇവിടെയോ 180 മൈനസ് വൈ വരും. ഓക്കെ, ഇങ്ങനെ വരും. ഇനി നമുക്ക് എന്ത് പറയാം? ഇവിടെ ആംഗിൾ എ പി രണ്ട് ട്രയാങ്കിളും, ഇതൊരു ട്രയാങ്കിള്, ഇതൊരു ട്രയാങ്കിള്, ഇത് സെക്കൻഡ്, ഈ വലിയത് ബിഗർ വൺ രണ്ടാമത്തെ ട്രയാങ്കിള്. ഇതിലെ കോമൺ ആംഗിൾ അല്ലേ ഇത്? ആംഗിൾ പി ഡി പി എന്ന് പറഞ്ഞത് അല്ലെ? ഈ രണ്ടും അല്ലേ? ഇത് കോമൺ ആംഗിൾ അല്ലേ? അല്ലേ? ഐ പി സി എന്ന് പറയുന്നത് കോമൺ ആംഗിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് എന്താ പറയാ? ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആന്ന് പറഞ്ഞൂടെ? ഓക്കെ, സിമിലർ ട്രയാങ്കിൾസ് അതായത് കോൺഗ്രുവന്റ് അല്ല, സിമിലർ ട്രയാങ്കിൾസ്. നമ്മൾ സിമിലർ ഏകദേശം രണ്ട് സൈഡ്സിന്റെ ഏകദേശം കോമൺ ആയിട്ട് പറഞ്ഞാൽ പറയൂലേ? അല്ല, ആംഗിൾസ് അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ ഡിഫറെന്റ് ആവേ? അല്ല, ഇവിടെ 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എക്സ് ആവൂലേ? അതുപോലെ തന്നെ ഇവിടെ 180 മൈനസ് വൈ ആണ്, ഇവിടെ എന്തായിരിക്കും? വൈ ആയിരിക്കും. അപ്പൊ ഇവിടെ വൈ, ഇവിടെ വൈ, അതായത് രണ്ട് ട്രയാങ്കിൾസിന്റെ ഓരോ ആംഗിൾസും സെയിം ആയില്ലേ? ഈ ആംഗിൾ ഇസ് ഈക്വൽ ടു ഈ ആംഗിൾ വൈ, ഇവിടത്തെ എക്സ് ഇസ് ഈക്വൽ ടു ഈ എക്സ്, പിന്നെ ഈ ഒരു പി എന്ന് പറഞ്ഞത് കോമൺ ആംഗിൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? ട്രയാങ്കിൾ എ പി സി ആൻഡ് ട്രയാങ്കിൾ പി ബി ഡി എന്ന് പറയുന്നത് സെയിം അല്ലെ, സിമിലർ ആന്ന് പറഞ്ഞൂടെ? ഓക്കെ, അപ്പൊ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞത്? ആ രണ്ട് ട്രയാങ്കിൾസിന്റെയും ആംഗിൾസ് സെയിം ആയിരിക്കുന്നു ആണെന്ന് പ്രൂവ് ചെയ്യാനാ പറഞ്ഞത് അല്ലേ? അപ്പൊ സിമിലർ ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് സെയിം ആയിരിക്കില്ലേ? ഓക്കെ, സിമിലർ ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് രണ്ട് ട്രയാങ്കിൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും സെയിം ആവണമെങ്കിൽ നമുക്ക് എന്ത് തീരുമാനിക്കണം? ആദ്യം ആ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ സിമിലർ ആണെന്ന് കാണിക്കാൻ എല്ലാ വഴികളും അവർ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഫിഗർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എ ബി സി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ആംഗിൾസ് എഴുതാം. അപ്പൊ കറസ്പോണ്ടിംഗ്ലി രണ്ട് ട്രയാങ്കിളിലും എക്സ് ഉണ്ടായിരിക്കും, രണ്ടിലും വൈ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. നമ്മൾ പഠിച്ച റൂൾ ആണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ച റൂൾ അല്ലത്? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു എന്താണ്? പി സി ഇൻറ്റു പി ഡി അല്ലേ? അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാനാ പറഞ്ഞത്. നമ്മളോട് പറഞ്ഞത് ഏതൊക്കെ ട്രയാങ്കിൾസ് സിമിലർ ആന്ന് പറഞ്ഞേ? ട്രയാങ്കിൾ എ പി സി ട്രയാങ്കിൾ പി ബി ഡിയും സിമിലർ ആണ് അല്ലേ? അപ്പൊ സിമിലറിന്റെ സൈഡ്സും ഏകദേശം സെയിം ആയിരിക്കുമല്ലോ അല്ലേ? അപ്പൊ എ പി ബൈ നമുക്ക് എന്താ കണ്ടെത്തേണ്ട നോക്കുക. അപ്പൊ എ പി ബൈ പി ബി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? പി സി ബൈ ബി ഡി എഴുതി കൂടെ? അത് ട്രയാങ്കിളിന്റെ പി ബി ഡി ആണോ?
ഓക്കെ പി ബി ഡി. പി സി അല്ല എ ഈക്വൽ ടു പി സി ബൈ ബി ഡി എഴുതി കൂടെ. ഓക്കെ. അതായത് സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എ പി ബൈ എന്ത് എഴുതുക, എ പി ബൈ പി ബി ഇസ് ഈക്വൽ അല്ല എ പി ബൈ പി ബി അല്ല എ പി ഇൻറ്റു പി ബി വരണ്ടേ. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ അടുത്തടുത്ത് വരേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം രണ്ട് സംഭവം എക്സ് വൈ ഈക്വൽ ടു സെഡ് എക്സ് വൈ ഡബ്ല്യു ഇങ്ങനെയാണ്. എക്സ് ബൈ വൈ ഈക്വൽ ടു സെഡ് ബൈ ഡബ്ല്യു. നമുക്കിപ്പോൾ കിട്ടേണ്ടത് ഇങ്ങനെ, അതായത് നമുക്കിത് ക്രോസ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് ഫൈനൽ ആൻസർ എങ്ങനെ വരും, എക്സ് ഇൻറ്റു ഡബ്ല്യു ഇസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു വൈ എന്ന് വരും ഇല്ലേ. അപ്പോൾ സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനിലോട്ട് എത്തുന്ന രൂപത്തിൽ, ഒരു ഇക്വേഷനിലോട്ട് എത്തുന്ന രൂപത്തിൽ എന്താക്കുക, നമ്മൾ നമ്മളെ ഇക്വേഷനെ മാറ്റുക. സിമിലർ ട്രയാങ്കിൾസിന്റെ ആംഗിൾ സൈഡ്സിന് എങ്ങനെ എടുക്കുക. അതായത് ഇത് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കും നമ്മള്, ഇത് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം, രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് ഇതെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അതായത് നോക്കട്ടെ. പി എ ഇൻറ്റു പി ബി കിട്ടണം ഏ അല്ലേ. പി ആ എ ഇൻറ്റു പി ബി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി എ ഇൻറ്റു പി ബി കിട്ടണം. അപ്പോഴോ, അപ്പൊ എങ്ങനെ ചെയ്യാം നമ്മള്, ഐഡിയ ഉണ്ടോ. അതായത് പി എ ഇൻറ്റു പി ബി പറഞ്ഞാല് ഇവിടെ പി എ കൊടുക്കുക, ഈ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിൽ പി ബി കൊടുക്കുക. ഓക്കെ ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് എന്താ, പി ബി പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി സി ഇൻറ്റു പി ഡി അല്ലേ കിട്ടണ്ടേ. ആ ഓക്കെ. പി സി ഇൻറ്റു പി ഡി പറഞ്ഞാല് വീണ്ടും സിമിലർ ട്രയാങ്കിൾസിനതല്ലേ. ഇവിടെ പി സി കൊടുക്കുക, ഇവിടെ പി ഡി കൊടുക്കുക. ഓക്കെ ഓക്കെ. ഒന്നുമില്ല, ജസ്റ്റ് സിമിലർ ട്രയാങ്കിൾസിന്റെ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത സംഭവത്തിന്റെ ബാക്കി എക്സ്റ്റൻഷൻ ആയിട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ. ലൈൻസ് അല്ല സൈഡ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രപ്പോർഷൻ ആയിട്ട് ചെയ്ത് നോക്കിയാൽ മതി, വേറൊന്നും വേണ്ട. ഓക്കെ. ഓക്കെ. അപ്പൊ അതാണ് സെക്കൻഡ് പാർട്ട്. ഇൻ തേർഡ് പാർട്ട് എന്താ, പ്രൂവ് ദാറ്റ് ഇഫ് പി ബി ഈസ് ഈക്വൽ ടു പി ഡി ദെൻ എ ബി ഡി സി ഈസ് എൻ ഐസോസിലസ് ട്രപ്പീസിയം. ഐസോസിലസ് ട്രപ്പീസിയം അതായത് രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രപ്പീസിയം ആണെന്ന് പ്രൂവ് ചെയ്യാനാ പറഞ്ഞത്. പി ബി ഈസ് ഈക്വൽ ടു പി ഡി ആണെങ്കിൽ, സോ ദിസ് ഇസ് എ സർക്കിൾ, ഈ സർക്കിളില് ഓക്കെ ഇവിടെ ബിയും ഡിയും പിയും. അപ്പൊ പി ബി ഇസ് ഈക്വൽ ടു പി ഡി ആണെങ്കിൽ എ ബി എന്തായിരുന്നു പറഞ്ഞ, എ ബി എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എ ബി സി ഡി അല്ല എ ബി സി ഡി എന്നായിരുന്നു അല്ലേ. എ ബി സി ഡി എ ഇവിടെ അല്ലേ. ഓക്കെ. അപ്പോ എ ബി പി ഡി സി ഇങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞത്, എ ബി സി ഡി എന്ന് പറഞ്ഞത് ഇഫ് പി ബി ഇസ് ഈക്വൽ ടു പി ഡി, ഈ സൈഡ് ഈക്വൽ ടു ഈ സൈഡ് ആണെങ്കിൽ എ ബി ഡി സി എന്ന് പറഞ്ഞത്, എ ബി ഡി സി എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഐസോസിലസ് ട്രപ്പീസിയം. ഇത് ഫോം ചെയ്യുമ്പം ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത്, ട്രപ്പീസിയത്തിന്റെ പ്രോപ്പർട്ടി എന്താ, ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലോ. എന്താ ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ, രണ്ട് സൈഡ് പാരലൽ ആയിരിക്കും. രണ്ട് സൈഡ് പാരലൽ ആയിരിക്കും. പിന്നെയോ രണ്ട് സൈഡ് സൈഡും ഈക്വൽ ആയിരിക്കും, പാരലലും ഈക്വൽ ആയിരിക്കും. ടു സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആവുമ്പോൾ എന്ത് പറയാ, ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ ഒരു കേസില് പി ബി ഇസ് ഈക്വൽ ടു പി ഡി തന്നിട്ടുണ്ട്. എന്ത്, പി ബി ഇസ് ഈക്വൽ ടു പി ഡി, ദാറ്റ് ഈസ് പി ബി ഇസ് ഈക്വൽ ടു പി ഡി തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എ പി ഇസ് ഈക്വൽ ടു എന്താണ്, പി സി അല്ലേ. എ പി ഇസ് ഈക്വൽ ടു എ പി ഇസ് ഈക്വൽ ടു പി സി. ഇനി എ ബി സി ഡി നോക്കുകയാണെങ്കിൽ, എ ബി സി ഡി നോക്കുകയാണെങ്കിൽ എ ബി സി ഡി ആദ്യം എന്താണ്, സൈക്ലിക് ആണ് നമുക്കറിയാലോ. എ ബി സി ഡി സൈക്ലിക് ആണ്, ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എ ബി സി ഡി സൈക്ലിക് ആണ്. അപ്പൊ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും.
അപ്പോൾ എ പി ഈസ് ഈക്വൽ ടു പി സി ആണെങ്കിൽ, എ പി ഈക്വൽ ടു പി സി ആണെങ്കിൽ ട്രയാങ്കിൾ എ പി സി നോക്കുക. എ പി ഈക്വൽ ടു പി സി ആവുമ്പം ട്രയാങ്കിൾ എ പി സി നോക്കുക. എ പി സി ഏതായിരിക്കും? ട്രയാങ്കിൾ എ പി സി പറഞ്ഞാല് വലിയ ട്രയാങ്കിൾ. ആ വലിയ ട്രയാങ്കിൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറയാം. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറയാം. പറഞ്ഞൂടെ? ഓക്കെ. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി പറഞ്ഞൂടെ? പറയാം. എ പി ഈക്വൽ ടു പി സി ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ഉള്ള ആംഗിളും സെയിം ആയിരിക്കൂലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ ബി ഈക്വൽ ടു സി ഡി. എ ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ ആസ് എ ബി ഇസ് ഈക്വൽ ടു സി ഡി ആകുമ്പോൾ എന്ത് ചെയ്യും? എ സി എന്തായിരിക്കും? പാരലൽ ടു ബി ഡി ആയിരിക്കും. ഓക്കെ. അതായത് അഡ്ജസന്റ് ആംഗിൾസ് എ ബി സി ഡി എന്ന് പറഞ്ഞത് ഒരു സൈക്ലിക് ആയതുകൊണ്ട് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താന്ന് പറഞ്ഞു നമ്മള്? സപ്ലിമെന്ററി ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം എ ഈക്വൽ ടു സി ഡി, എ ബി ഈക്വൽ ടു സി ഡി, അതായത് ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയിക്കാനാ പറയുന്നത്. അപ്പൊ എ ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ എന്തായിരിക്കണം? എ സി എന്ത് പാരലൽ ആയിരിക്കണം? എ സി ബി ഡിക്ക് പാരലൽ ആയിരിക്കണം. ഓക്കെ. അപ്പൊ എന്താ പറയാ? നമുക്ക് എ സി ബി ഡിക്ക് പാരലലും ആയി, ആംഗിൾസ് സെയിമും ആയി. അപ്പൊ നമുക്ക് therefore it is an isosceles trapezium എന്ന് പറഞ്ഞൂടെ? ഓക്കെ. ഒന്നുമില്ല, അവർ തന്നതിൽ വെച്ചിട്ട് ഇ ബി ഇസ് ഈക്വൽ ടു പി ഡി എന്ന് തന്നിട്ടുണ്ട്. എ പി ഇസ് ഈക്വൽ ടു പി സി നോക്കാം. എ പി ഈക്വൽ ടു പി സി ആണ്. നമുക്ക് എ ബി സി ഡി സൈക്ലിക് ആണെന്നറിയാം. അപ്പൊ സൈക്ലിക് ആയതുകൊണ്ട് എ പി ഈക്വൽ ടു പി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ട്രയാങ്കിൾ എ പി സിയിൽ ആംഗിൾ എ ഈക്വൽ ടു എന്തായിരിക്കും? ആംഗിൾ സി. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിംഗിൽ ഇവർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പൊ എ ബി ഈക്വൽ ടു ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ആയി. ഇനി എ ബി ഈക്വൽ ടു സി ഡി. എ ബി ഈക്വൽ ടു സി ഡിയിൽ നമുക്കറിയാം എ സി പാരലൽ ടു ബി ഡി ആണെങ്കിൽ നമുക്ക് എന്താ പറയാ? അഡ്ജസന്റ് ആംഗിൾസ്, അതായത് അടുത്തടുത്തുള്ള ആംഗിൾസ് 180 ഡിഗ്രി ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് പാരലൽ ലൈൻസ് ആണെന്നാ. അഡ്ജസന്റ് ആംഗിൾസ് 180 ഡിഗ്രി ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലൈൻസ് പാരലൽ ആണെന്നാണ്. ഓക്കെ. നമുക്ക് എന്ത് പറയാ? രണ്ട് ലൈൻസ് പാരലൽ ആയി, രണ്ട് സൈഡ്സ് ഈക്വൽ ആയി. അപ്പൊ നമുക്ക് പറയാ ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് പറയാം. ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കൺസ്ട്രക്ഷൻസ് ആണ്. നമുക്ക് ആദ്യം കൺസ്ട്രക്ഷൻ ലാസ്റ്റിലോട്ട് വെച്ചിട്ട് 5ഉം 6ഉം നോക്കാം. ഓക്കെ. 5ഉം 6ഉം നോക്കാം. കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യം വരയ്ക്കുന്ന ക്ലാസ്സിലേക്ക് വെച്ചിട്ട് ചെയ്യാനുള്ളത് നോക്കാം. അപ്പൊ 5th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എ ലൈൻ ത്രൂ ദ സെന്റർ ഓഫ് എ സർക്കിൾ കട്ട്സ് എ കോഡ് ഇൻടു 2 ഈക്വൽ പാർട്സ്. അപ്പൊ ഒരു ഫിഗർ തന്നു. ആ ഫിഗർ ഇവിടെ ഓക്കെ. ഇത് 5 ആണോ? ഓക്കെ. This is 5 centimeter. This is 4 centimeter. ഈ സൈഡിൽ 6 centimeter. What is the radius of the circle? സർക്കിളിന്റെ റേഡിയസ് എന്നാണ് ചോദിച്ചത്. നമ്മൾ പറഞ്ഞു എ ലൈൻ ത്രൂ ദ സെന്റർ. ഈ ഒരു ഫിഗർ ഒന്നും കറക്റ്റ് ആയില്ല. ഒരു സർക്കിളിന്റെ സെന്റർ സപ്പോസ് ഇതാണ് സെന്റർ. അപ്പം ഇവിടെ ഒരു കോഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാം. ഈ ലൈൻ അപ്പൊ സർക്കിളിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അത് കോഡിന് എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഫസ്റ്റ് സപ്പോസ് ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് പി ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്. നമുക്ക് നെയിമിങ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ചിരുന്നത് ഒരു സർക്കിളിലെ രണ്ട് കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ആ കോഡ്സിന്റെ പാർട്സിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? എ ബി എന്ന് പറഞ്ഞൊരു കോഡും ഉണ്ട്, സി ഡി എന്ന് പറഞ്ഞൊരു കോഡും ഉണ്ട്. അവർ രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? പി എന്ന് പറയുന്നത്. അപ്പോ ആ കോഡ്സിന്റെ പാർട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്തുകൂടെ? അതായത് എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു എന്ത് പറയാം? സി പി
സി പി ഇൻറ്റു സി ഡി എന്ന് പറഞ്ഞൂടെ, അല്ല സി പി ഇൻറ്റു പി ഡി പറഞ്ഞൂടെ. ഓക്കെ. ഓക്കെ, പാർട്സ് വെച്ചിട്ട് അല്ലേ. നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. എ പിയുടെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, 4 സെന്റിമീറ്റർ അല്ലേ. ഇവിടെ 4, ഇവിടെ 6 തന്നിട്ടില്ലേ. ആ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എ പി എന്ന് പറഞ്ഞത് 4 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു സി പി എന്ന് പറയുന്നത് എന്താ, സി പി തന്നിട്ടില്ല. സി പി ഇൻറ്റു, ഓക്കെ, സി പി തന്നിട്ടില്ല. സി പി ഇൻറ്റു എന്താണ്, പി ഡി. പി ഡി എന്ന് പറയുന്നത് എന്താ, ഇതാണ് പി ഡി. അതായത് ഈ ഒരു പാർട്ടല്ലേ പി ഡി എന്ന് പറഞ്ഞത്. പി ഡി നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, പി ഡി ഇസ് ഈക്വൽ ടു ഒ പി പ്ലസ് ഒ ഡി എന്ന് എഴുതിക്കൂടെ, ഡിവൈഡ് ചെയ്ത് എഴുതുമ്പം. ആ ഓക്കെ, കാരണം നമുക്ക് ഒ പിയുടെ വാല്യൂ ഉണ്ട്, ഓക്കെ. ഒ പിയുടെ വാല്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സി പി ഒ പി പ്ലസ് ഒ ഡി. ഓക്കെ, ഒ പി പ്ലസ് ഒ ഡി ആയി. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ എഴുതാം, 24 ഇസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഒ പി പ്ലസ് ഒ ഡിക്ക് പകരം നമുക്ക് എന്ത് ചെയ്താ, ഒ സി എന്ന് എഴുതിക്കൂടെ, കാരണം ഒ പി ഒ സി ഈക്വൽ അല്ലേ. ആ മനസ്സിലായി, കാരണം ഒ ഡി റേഡിയസ് ആണ്, ഒ ടു സിയും റേഡിയസ് ആണ്. ഓക്കെ. ഓക്കെ, ഓക്കെ. അപ്പൊ ഒ പി പ്ലസ് ഒ സി, സി പി ഇൻറ്റു ഒ പി പ്ലസ് ഒ ഡി, നമ്മൾ ഒ പി പ്ലസ് ഒ സി, കാരണം ഒ സിയും ഒ ഡിയും എന്താണ്. ഹലോ. ഹലോ മാം. അപ്പൊ ഒ പി പ്ലസ് ഒ ഡി ആയി, അതായത് സി പി ഇൻറ്റു ഒ പി പ്ലസ് എന്തായി, ഒ സി ആയി. കാരണം ഒ പി ഇസ് ഈക്വൽ ടു എന്താണ്, ഒ സി റേഡിയസ് ആണ്. ഒ പിയും ഒ സി എന്താണ്, റേഡിയസ് ആണ് അല്ലേ. യെസ്. ഓക്കെ, ഇനി ഒ പി പ്ലസ് ഒ സി, അതായത് ഇപ്പം ഇത് പ്ലസ് ഇത്, അങ്ങനെ ആയല്ലോ. ആ ഇതിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തൂടെ, ഒ സിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തൂടെ, ഒ സിനെ നമുക്ക് ഒ പി പ്ലസ് പി സി ആക്കിക്കൂടെ. മനസ്സിലായോ, മനസ്സിലായില്ല. ആ അതായത് ഓക്കെ. ആ താഴോട്ട് നോക്കിയാലേ മനസ്സിലായി. ഫിഗർ മനസ്സിലായോ, അതായത് ഇതാണ് ഒ സി. ഫിഗറിലില്ലല്ലോ. ആ ഫിഗറിൽ പക്ഷേ അങ്ങനെ തന്നിട്ടില്ലല്ലോ. ഫിഗർ നമ്മൾ മാറ്റി ആ വരച്ചതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ജസ്റ്റ് 2 വരെ തന്നിട്ടുള്ളൂ, നമ്മളത് കോഡാക്കി കംപ്ലീറ്റ് ആക്കി വരച്ച്. ഓക്കെ, ഓക്കെ. ഒ പി പ്ലസ് ഒ സി നമ്മൾ എന്താക്കി എഴുതി, ഈക്വൽ ടു സി പി ഇൻറ്റു എന്ത് ചെയ്തു, ഒ പി പ്ലസ് സി പി എന്ന് എഴുതി. ഓക്കെ ആണല്ലോ, ഫിഗർ കണ്ടാൽ ഏകദേശം മനസ്സിലാവും. ഒ പി ഓക്കെ. പ്ലസ് സി പി. നമ്മളോട് പറഞ്ഞത് എന്ത് കാണാനാണ്, റേഡിയസ് ആണ്. റേഡിയസ് കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് കാണണം, റേഡിയസ് പറഞ്ഞ എന്താ, ഈ സി പി പ്ലസ് ഒ പി അല്ലേ റേഡിയസ്. മനസ്സിലായോ, ഇതാണ് റേഡിയസ്, ഒ സി ആണ് റേഡിയസ് അല്ലേ. ഓക്കെ. ആ ഒ സി എന്ന് പറഞ്ഞാൽ സി പി പ്ലസ് ഒ സി കിട്ടണം, അല്ല ഒ പി കിട്ടണം. ഓക്കെ. ഒ പി അവർ തന്നിട്ടുണ്ട് 5. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഒ പി ആണ്. അതുകൊണ്ടാണ് ഒ പി വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. ഓക്കെ. ഓക്കെ, ഓക്കെ. ഓക്കെ അല്ലേ. ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, സി പി ഇസ് ഈക്വൽ ടു ഒ പി പ്ലസ് സി പി എഴുതി. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം, 24 ഇസ് ഈക്വൽ ടു, again നമുക്ക് എഴുതാം 24 ഇസ് ഈക്വൽ ടു സി പി ഇൻറ്റു 5 പ്ലസ് സി പി. കാരണം മറ്റേ വാല്യൂസ് എന്താണ്, ഒ പിയുടെ വാല്യൂസ് എന്താണ്, 5 ആണ്. ഓക്കെ. 5 പ്ലസ് സി പി കാൽക്കുലേഷൻ ഒക്കെ ചെയ്താൽ ഈക്വൽ ടു സി പി ഇൻറ്റു 10 പ്ലസ് സി പി. ഓക്കെ, 24 is equal to CP into 10 plus CP. 10 CP plus, okay, 10 CP plus CP square. അതായത് ഇപ്പൊ CP square plus 10 CP minus 24 is equal to 0.
ഇതൊരു ഇക്വേഷൻ ഫോം ചെയ്തു. ഓക്കെ, ഓക്കെ. മനസ്സിലായോ? ജസ്റ്റ് നമ്മൾ ആ വാല്യൂസ് വെച്ചിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്ത് സി പി ഇൻറ്റു 10 പ്ലസ് സി പി ആയി. ഓക്കെ. ഓക്കെ, ഓക്കെ. ഇത് വെച്ച് ഇനിയിപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? സി പിയുടെ 2 വാല്യൂസ് കിട്ടും. സി പിക്ക് 2 വാല്യൂസ് കിട്ടും. പക്ഷെ അത് നമ്മൾ എന്ത് മാത്രമേ എടുക്കുള്ളൂ? പോസിറ്റീവ് വാല്യൂസ് മാത്രം. കാരണം ഓക്കെ. ഒരു സർക്കിളിന്റെ ലെങ്ത് ഒരിക്കലും എന്തായിരിക്കില്ല? നെഗറ്റീവ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് മാത്രം എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പം സി പി സ്ക്വയർ പ്ലസ് 10 CP മൈനസ് 24 ഇസ് ഈക്വൽ ടു 0. അതായത് സി പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി പി ഇസ് ഈക്വൽ ടു -10 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 100 മൈനസ് 4 ഇൻറ്റു 24. 24 ഇൻറ്റു 4 എത്രയാ? 16. 96 റൂട്ട് ഓഫ് 96 ബൈ 2a. 2 അതായത് -10 പ്ലസ് ഓ മൈനസ് റൂട്ട് 2 ബൈ 2. -10 പ്ലസ് 2 ബൈ 2 അതായത് -10 പ്ലസ് 2 ബൈ 2 ആയിരിക്കും. ഓർ -10 മൈനസ് 2 ബൈ 2. സോ -10 പ്ലസ് 2 ബൈ 2 എന്ന് പറഞ്ഞത് എത്ര ആയിരിക്കും? ഇറ്റ്സ് ഒരു വ്യത്യാസം ഉണ്ടല്ലോ. -4 ഓക്കെ. ഇവിടെ -6 ആയിരിക്കും. ഓക്കെ. മൈനസ് ഒന്നല്ലോ. ഒരു മിനിറ്റ്. റൂട്ട് ഓഫ് 4 -10 പ്ലസ് 2 ഇവിടെയോ ചേഞ്ച് വന്നു. ഒറ്റ സെക്കൻഡ്. 24 ഇസ് ഈക്വൽ ടു സി പി ഇൻറ്റു 10 പ്ലസ് സി പി. 10 പ്ലസ് സി പി എന്ന് പറയുമ്പം 10 സി പി പ്ലസ് സി പി സ്ക്വയർ ആണല്ലോ. 24 ഒരു സി പി ഇൻറ്റു 10 പ്ലസ് സി പി. ഓക്കെ, ഒ പി പ്ലസ് സി പി. സോ 5 പ്ലസ് 5 പ്ലസ് അത് തന്നെയാണല്ലോ ആൻസർ. പക്ഷെ എങ്ങനെ മൈനസ് വന്നു രണ്ട് കേസിലും? ഇത് നീ ചെക്ക് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ആൻസർ മെത്തേഡ് തന്നെയാണ്, പക്ഷെ ബോത്ത് വാല്യൂസ് മൈനസ് ആയി. ഇനി ഒരു മിനിറ്റ്. 10 സി പി സ്ക്വയർ പ്ലസ് 10 CP minus 24 equal to -10 plus or minus root of 100 minus 4 into 24. Oh, minus minus plus ആവും. 2 plus or minus 196 by 2, that is equal to -10 plus or minus 14 by 2. Okay. വന്നുള്ള ആൻസർ കിട്ടിട്ടോ. ഓക്കെ. 1 പ്ലസ് ആണ് ഇവിടെ, അഡീഷൻ ആണ്. ഞാൻ ഇവിടെ ഇക്വേഷൻ മാറിയതാണ്. സോ സി പി സ്ക്വയർ പ്ലസ് 10 സി പി മൈനസ് 24 ഇസ് ഈക്വൽ ടു 0. ഇതായിരിക്കും നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതാണ് നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരിക. എന്നിട്ട് സി പിയുടെ വാല്യൂ കാണാം. സി പിയുടെ വാല്യൂ നമുക്ക് 2 വാല്യൂസ് കിട്ടും. അതിൽ നെഗറ്റീവ് ഒഴിവാക്കി പോസിറ്റീവ് ആയിട്ടുള്ള -10 പ്ലസ് 14 ബൈ 2 ചെയ്യും. -10 പ്ലസ് 14 ബൈ 2 അത് എത്രയാ? ജസ്റ്റ് 4 by 2 equal to 2. അപ്പൊ സി പിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. അപ്പൊ സി പി is equal to 2. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് റേഡിയസ് ആണ്. റേഡിയസ് is equal to സി പി പ്ലസ് ഒ പി. ദാറ്റ് is equal to 2 plus 5 equal to 7 centimeter. അപ്പൊ ടോട്ടല് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 centimeter. ഓക്കെ ഓക്കെ. ഓക്കെ. എന്തായാലും ഇത് ചെയ്ത് നോക്കുമ്പോൾ അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ജസ്റ്റ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് റേഡിയസ് കിട്ടുന്ന വരെ അതിന് ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അല്ല, 6th ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്ലാസ്സിലൊരു ക്വസ്റ്റ്യന് ചെയ്യാൻ പറ്റായിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാറുണ്ട് വെച്ചിരുന്നു. അതേതായിരുന്നു? ക്വസ്റ്റ്യൻ 6th പറഞ്ഞല്ലോ. ക്വസ്റ്റ്യന്, അതായത് ദി ടു സർക്കിൾ ബിലോ ഇന്റർസെക്റ്റ് അറ്റ് പി ക്യൂ എന്നിട്ട് 60 പേജ് നമ്പർ 60th. പേജ് നമ്പർ 60.
60. 60. ഒറ്റ സെക്കൻഡ്. ആ ജുമാനെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സിക്സ്ത് ക്വസ്റ്റ്യന്. സിക്സ്തോ? സിക്സ്ത് ക്വസ്റ്റ്യൻ. In the picture, അതിലേതാ എയോ ബിയോ? എ. ബി ചെയ്തോ? ബി ചെയ്തിരുന്നതാ? സിക്സ്ത് ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്. ഫിഫ്താ? സിക്സ്ത് അല്ലേ പറഞ്ഞേ? അതെ, 6 6. ആ 6 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതെ. അതിലേതാ? എയോ ബിയോ? ഫസ്റ്റ് പാർട്ടോ സെക്കൻഡ് പാർട്ടോ? സെക്കൻഡ് പാർട്ട്. സെക്കൻഡാ? സെക്കൻഡ് ചെയ്തില്ലേ? ഫസ്റ്റാ ചെയ്തേ? ഫസ്റ്റ് ചെയ്യാൻ സെക്കൻഡ് കിട്ടുമോ? അല്ല, അത് കണ്ടിട്ടുണ്ടാവില്ല. അല്ല, ഏതൊരു സൈക്കിളിക്ക് പ്രൂവ് ചെയ്തൊരു ഓർമ്മ ഉണ്ട്. ഏത് സൈക്കിളിക്കാണ്? സെക്കൻഡ് ആവൂലേ കിട്ടാത്ത? അങ്ങനല്ല, സൈക്കിളിക്ക് പ്രൂവ് ചെയ്ത് വന്നപ്പോ പകുതി വെച്ചെന്തോ സ്റ്റക്ക് ആയതാ. ഏതില്? രണ്ടിലും? ഒരു മിനിറ്റ് നോക്കട്ടെ. ഏതോ ഒന്ന് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏതോ ഒന്ന് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ the two circles below intersect at PQ and lines through these points meet the circles at AB. അതല്ലേ ABCD the lines. അപ്പം രണ്ട് സർക്കിൾസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് പിയിലും ക്യൂയിലും. and the points meet the circles at AB. Okay, രണ്ട് സർക്കിൾസിലും ABCD മീറ്റ് ചെയ്യുന്നു. the lines AC and BD are not parallel. ACയും BDയും പാരലൽ അല്ലാന്ന് കാണിച്ചിട്ടുണ്ട്. prove that if these lines are of equal length, ACയും equal to BD ആണെങ്കിൽ ABDC is equal cyclic quadrilateral എന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇതില് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ചെയ്തു. അപ്പോ ഈ ഒരു കേസില് ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനില് നമുക്ക് എന്താ പറയാം? ലൈൻസ് എക്സ്റ്റെൻഡ് എ ബി, ഈ ഒരു സംഭവം എ ബി സി ഡി ഇത് സൈക്ലിക് ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? എ സിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ഈ എ സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ നമ്മൾ എന്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു? ബി ഡിനും. ഈ രണ്ട് സൈൻസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടെ എത്തിയിട്ടുണ്ട്? ഒരു ആർ എന്ന പോയിന്റിൽ എത്തിച്ചു. എ സിനെയും ബി ഡിനെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആറിൽ എത്തിച്ചു. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? എന്ത് കിട്ടും? അടുത്തൊരു സൈക്ലിക്കിന് വേണ്ടിയുള്ള വഴി ഉണ്ടോ നോക്കുകയാണ് നമ്മള്. എ പി എ
പി ക്യൂ ബി അല്ലേലും ഓക്കെ നമ്മൾ ഇങ്ങനെ എന്താ ചെയ്ത് ഓക്കെ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പി ടു ക്യൂ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പി ടു ക്യൂ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എ എ പി ക്യൂ ബി എന്തായിരിക്കും സൈക്ലിക് ആയിരിക്കും പി ടു ക്യൂ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എ പി ക്യൂ ബി ഒരു സൈക്ലിക് ആയിരിക്കും അപ്പൊ നമുക്ക് ആ സൈക്ലിക് ക്വാഡ്രാറ്റിൽ നിന്ന് പറയാം ആംഗിൾ ബി എ പി പ്ലസ് ആംഗിൾ ബി ക്യൂ പി രണ്ട് ആംഗിളും കൂടെ എത്രയായിരിക്കും ഈക്വൽ ടു 180 ആയിരിക്കും ഓക്കെ അപ്പൊ ആംഗിൾ ബി ക്യൂ പി എന്ന് പറയുന്നത് എന്തായിരിക്കും ആംഗിൾ ബി ക്യൂ പി ഈസ് ഈക്വൽ ടു 180 മൈനസ് ഫസ്റ്റ് 180 മൈനസ് ഏതായിരിക്കും ഫസ്റ്റ് വൺ ആംഗിൾ ബി 180 മൈനസ് പി ഓക്കെ ആംഗിൾ ബി എ പി ആയിരിക്കും ഓക്കെ ഓക്കെ ഇനി ആംഗിൾ ബി ക്യൂ പി ഇതിൽ ഇനി ആംഗിൾ ബി ക്യൂ പി മുകളിലുള്ള ആംഗിളും ആംഗിൾ ബി ക്യൂ പി പ്ലസ് ആംഗിൾ ദിസ് വൺ ഡി ക്യൂ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും 180 എന്തുകൊണ്ടാ ലീനിയർ പെയർ ആയതുകൊണ്ട് ലീനിയർ പെയർ പ്രോപ്പർട്ടി വെച്ചിട്ട് ആംഗിൾ ബി ക്യൂ പി ആംഗിൾ ബി ക്യൂ പി പ്ലസ് ആംഗിൾ ഡി ക്യൂ പി എന്തായിരിക്കും 180 ആയിരിക്കും ഓക്കെ ഓക്കെ ലീനിയർ പ്രോപ്പർട്ടി വെച്ചിട്ട് അങ്ങനെയാണെങ്കിലോ ഫസ്റ്റ് അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടെത്തും 180 മൈനസ് ആംഗിൾ ബി എ പി പ്ലസ് ആംഗിൾ ഡി ക്യൂ പി എത്രയായിരിക്കും 180 ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് എന്താക്കാം ഈ 180 ക്യാൻസൽ ചെയ്താല് ആംഗിൾ ബി ആംഗിൾ ബി എ സി എന്തിന് ഈക്വൽ ആയിരിക്കും ആംഗിൾ ഡി ക്യൂ പിക്ക് ഈക്വൽ ആയിരിക്കും മനസ്സിലായോ എഴുതുന്നത് ക്ലിയർ ആവുന്നുണ്ടാവില്ല അല്ലേ ഞാന് ബോർഡിൽ എഴുതിത്തരാം എഴുതുന്നത് ക്ലിയർ ആയിട്ടുണ്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അത് മനസ്സിലാവുന്നുണ്ട് അതിൽ എഴുതി മനസ്സിലായി സംഭവം മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായി എന്താ മനസ്സിലായത് എന്താ പറഞ്ഞത് എങ്ങനെ അത് ആ ആംഗിൾ ഈക്വൽ ആയത് എങ്ങനെ അതായത് ഞാൻ പറയാം എൻ്റെ നോക്കിട്ട് പറഞ്ഞു ആംഗിൾ ബി ക്യൂ പി പ്ലസ് ആംഗിൾ ഡി ക്യൂ പി ഇസിക്വൽ ടു 180 എന്തുകൊണ്ടാ ഫസ്റ്റത്തെ 180 റീസൺ എന്താ ഒരു മിനിറ്റ് എന്താ ഏത് ലൈൻ നമ്മൾ ജോയിൻ ചെയ്തേ ടെക്സ്റ്റ് നോക്കി നോക്കി ഏത് ലൈൻ നമ്മൾ ജോയിൻ ചെയ്തേ സ്ക്രീൻ പോയി നോക്കുന്നുണ്ടായിരുന്നു നോക്കുന്നില്ല ഓക്കെ ഈ ഫിഗറിൽ എന്താ നമ്മളെങ്ങനെ സൈക്ലിക്കാന്ന് പ്രൂവ് ചെയ്തേ അതായത് നമ്മൾ പി ക്യു പറഞ്ഞിട്ട് ലൈൻ വരച്ചു അപ്പൊ ഏത് ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആയി എ പി ക്യൂ ബി പറഞ്ഞിട്ട് ഒരു ക്വാഡ്രിലാറ്റർ സൈക്ലിക് ആയി ഓക്കെ അപ്പൊ അതിന് ഏതൊക്കെ ആംഗിൾസ് 180 ആയി അതിൻ്റെ y ഈക്വൽ ടു 180 ആയി അതായത് നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടി പറഞ്ഞായിരുന്നു ലീനിയർ പെയർ പ്രോപ്പർട്ടി പറഞ്ഞോ അതിൻ്റെ അതായത് പി മീൻസ് ലീനിയർ പെയർ വെച്ചിട്ട് അതെ ഓക്കെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി അപ്പൊ അത് വെച്ചിട്ട് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി ആംഗിൾ പി ബി എ പി ഈക്വൽ ടു എന്തായി ആംഗിൾ ബി എ പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി ആംഗിൾ ഡി ക്യൂ പി കിട്ടിയില്ലേ ഓക്കെ അതുപോലെ തന്നെ സെക്കൻഡ് സർക്കിളും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവൂലേ ആ പി ക്യൂ പറഞ്ഞ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പി ക്യൂ സി ഡി സൈക്ലിക് ആയിരിക്കില്ലേ അപ്പൊ അതിന് എന്തായിരിക്കും ആംഗിൾസിന്റെ വരിക ഒന്ന് നോക്കിയേ
C is equal to സോറി P is equal to 180 ആയിരിക്കും. സിയോ? സി അല്ല പി. സി മാത്രല്ലല്ലോ, രണ്ട് ആംഗിൾസ് വരില്ല 180 സൈക്ലിക് ആവുമ്പോ. നമ്മളിപ്പോ ചെയ്ത പോലെ രണ്ട് ആംഗിൾ ഈക്വൽ ആ നമുക്ക് പറയാൻ പറ്റും. നേരത്തെ ഇപ്പൊ നമ്മൾ ആംഗിൾ ബി എ പി ഇസ് ഈക്വൽ ടു ആംഗിൾ എന്ത് പറഞ്ഞു, ഡി ക്യു പി എന്ന് പറഞ്ഞില്ലേ? അതേപോലെ നമുക്ക് സെക്കൻഡ് ആംഗിളിലും പ്രൂവ് ചെയ്തൂടെ? മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ലീനിയർ പെയർ വെച്ചിട്ട് നമ്മളിപ്പോ കണ്ടെത്തിയില്ലേ? ഓക്കെ. അതായത് നമ്മൾ എന്ത് പറഞ്ഞു, ആംഗിൾ ബി എ പി പ്ലസ് ആംഗിൾ ബി ക്യു പി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞില്ലേ? ഓക്കെ. ആംഗിൾ ബി ക്യു പി എന്ന് പറഞ്ഞാൽ എന്താ, 180 മൈനസ് ആംഗിൾ ബി എ പി. ഓക്കെ. ഇനി ആംഗിൾ ബി ക്യു പി പ്ലസ് ആംഗിൾ ഡി ക്യു പി എന്താന്ന് പറഞ്ഞു, ലീനിയർ പെയർ ആന്ന് പറഞ്ഞില്ലേ 180 ഡിഗ്രി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആംഗിൾ ടോട്ടൽ 180, ബി ക്യു പിക്ക് പകരം എന്ത് പറഞ്ഞു, ഈ ബി ക്യു പിക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 180 മൈനസ് ആംഗിൾ ബി എ പി പ്ലസ് ആംഗിൾ ബി അല്ല ആംഗിൾ ഡി ക്യു പി എന്തായി, 180 ഡിഗ്രി ആയില്ലേ? 180 ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്തായി വന്ന് ഫൈനലി നമുക്ക് എന്താ ആൻസർ കിട്ടി, ആംഗിൾ ബി എ പി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ക്യു പി കിട്ടിയില്ലേ? ഈ ഒരു സംഭവം കിട്ടി നമുക്ക് ഫസ്റ്റ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നിന്ന്. അതുപോലെ നമ്മൾ ആ ഫിഗർ നോക്കിയിട്ട് സെക്കൻഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇല്ലേ? ഓക്കെ, സെക്കൻഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അപ്പുറത്തതാ രണ്ടാമത്തെ സൈക്കിളിന്റെ ഇങ്ങനെ വരയ്ക്കുമ്പോ ഇവിടെ ഒരു സൈക്ലിക് വരുന്നില്ലേ? ഇതിൽ നിന്ന് ഇങ്ങനത്തെ രണ്ട് ആംഗിൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് ആംഗിൾ ആയിരിക്കും ഈക്വൽ ആവുക? ഒന്ന് നോക്കിയേ, മനസ്സിലായില്ലേ? അത് പറഞ്ഞിട്ട് നോക്കിയിട്ടൊന്ന് ഏതൊക്കെ ആംഗിൾ ഈക്വൽ ആവുമെന്ന് പറഞ്ഞേ. ഇപ്പൊ സെയിം പ്രോപ്പർട്ടി വെച്ചിട്ട്. സ്ക്രീൻ പോയി. സ്ക്രീൻ പോയാല് നോക്ക്. ഓക്കെ. PQD and DQP ആംഗിൾ ഏതൊക്കെയാണ്? പി ക്യു ഡി സി സൈക്ലിക് ആയിരിക്കും അല്ലേ? പി ക്യു ഡി സി സൈക്ലിക് ആയിരിക്കുകയാണെങ്കിൽ എങ്ങനെ വരും, ആംഗിൾ ക്യു ഡി സി അതായത് ആ മുകളിൽ ആംഗിൾ പിയും ഇപ്പുറത്തെ ഡിയും കൂടെ കൂട്ടി എത്ര കിട്ടും, 180 കിട്ടും. അപ്പം ക്യു ഡി സി എന്ന് പറയും സൈഡിലെ ആംഗിൾ എന്ന് പറഞ്ഞത്, ഈ ഡി എന്ന് പറഞ്ഞ ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ക്യു പി സി. ഓക്കെ. അപ്പം ബാക്കി ലീനിയർ പെയറിന്റെ പ്രോപ്പർട്ടി വെച്ചാലോ നമുക്ക് എന്ത് കിട്ടും? ലീനിയർ പെയറിന്റെ പ്രോപ്പർട്ടി വെച്ചാല് ആംഗിൾ ആർ ഡി സി, ആംഗിൾ ഇതേ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പി ഡി സി ഈക്വൽ ടു ആംഗിൾ അതായത് നമ്മൾ ലീനിയർ പെയറിന്റെ പ്രോപ്പർട്ടി വെച്ചാല് ഇതില് ഇതിലിപ്പോ ഓക്കെ, ഇത് സെക്കൻഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇത് പ്ലസ് ഇത് ഈക്വൽ ടു എത്രയാണ്, 180 ഡിഗ്രി.
ഓക്കെ, ഓക്കെ ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ എന്ത് ചെയ്യാ, ഈ പിനെയും നമുക്ക് ജസ്റ്റ് ഒരു ഫിഗറിൽ ഓൾട്ടറേഷൻ വരുത്തുക. ഈ സിയും ഡിയും എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ആർ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൊടുക്കാം. ഓക്കെ, ഓക്കെ ആർ എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു. അപ്പോ നമുക്ക് എന്ത് പറയണം, ഈ ഒരു പോയിന്റ് കൊടുക്കുമ്പം അടുത്ത ലീനിയർ പെയർ എവിടെന്നാ വരിക, ഒരു ലീനിയർ പെയർ അടുത്ത ഫോം ചെയ്യണം. ആർ ഡി സി എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട്. അപ്പം ഈ ഒരു ആംഗിള് പ്ലസ് ഈ ഒരു ആംഗിൾ എന്തായിരിക്കും, 180 ഡിഗ്രി ലീനിയർ പെയർ. അതെങ്ങനെ അതായത് മനസ്സിലായി? പുതിയ നമ്മൾ ഉണ്ടാക്കിയില്ലേ, ആർക്ക് കിട്ടിയില്ലേ, ആ ഇവിടെ ആ നിന്ന് പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, ഇവിടെ ഒരു ആറ് പറഞ്ഞ പോയിന്റ്. അപ്പം ഇത് പ്ലസ് ഈ ആംഗിള് പ്ലസ് ഈ ആംഗിൾ ഈക്വൽ ടു എത്ര ആയിരിക്കും, 180 ഡിഗ്രി. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അത് 180 ആകുമ്പോ നമ്മൾ നേരത്തെ എന്ത് പഠിച്ചിരുന്നു, നേരത്തെ ഇത് ദിസ് ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് ഈ പി എന്ന് പറഞ്ഞ ആംഗിൾ ആണെന്ന് പഠിച്ചില്ലേ. ആ അത് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മള്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആംഗിൾ ആർ സി ഡി ഈസ് ഈക്വൽ ടു എന്താന്ന് കിട്ടും, ആംഗിൾ ആർ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ, സെക്കൻഡ് വൺ ആർ സി ഡി അല്ല കേട്ടോ, ആർ ഡി സി, സി അല്ല, ആംഗിൾ ആർ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ എന്ന് കിട്ടും. അത് മനസ്സിലായില്ല. ആംഗിൾ, ഒരു മിനിറ്റ്, എയും ബിയും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ആ ലീനിയർ പെയറിനെ കൂടി പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആർ ഡി സി അല്ല ക്യു ക്യു, ആംഗിൾ ക്യു ഡി സി നമുക്ക് 180 മൈനസ് ആംഗിൾ ദിസ് വൺ ഇസ് ക്യു പി സി കിട്ടും. ക്യു ഡി സി ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ക്യു പി സി കിട്ടും. അപ്പൊ ഓക്കെ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ലീനിയർ പെയർ വെച്ചിട്ട് ആംഗിൾ ആർ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ എന്ത് കിട്ടും, ക്യു ഡി സി കിട്ടും. ഓക്കെ, ലീനിയർ ഓക്കെ പെയറിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഹലോ ഹലോ മാം. ഹലോ, എന്റെ സൗണ്ട് കേൾക്കുന്നില്ല. ഓക്കെ, അത് ക്ലിയർ ആയോ? ഫുള്ള് ക്ലിയർ ആയില്ല ലാസ്റ്റത്തെ. ഇല്ല, ലീനിയർ പെയർ വെച്ചിട്ടേ ആ ഒരു സർക്കിൾ വരച്ചു. ഫസ്റ്റ് സർക്കിള് ഇതൊരു സൈക്ലിക് ആയിട്ട് വെച്ച്. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ കേസിൽ എന്തായി, ഈ ഒരു സംഭവം നമ്മൾ ഇവിടെ ആർ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് ഈ ഒരു സംഭവത്തിന് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ സംഭവം ഉണ്ടല്ലോ, ആ ഇവിടെ സി ഡി ഓക്കെ ഉണ്ട്, ഓക്കെ ആറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതും ഇതും ലീനിയർ പെയർ ആണ് കാണിച്ച്. ഓക്കെ അപ്പൊ ലീനിയർ പെയർ ആകുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി, 180. ആംഗിൾ ആർ ഡി സി ഇസ് ഈക്വൽ ടു എന്താന്ന് കിട്ടി, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത പോലെ ചെയ്തപ്പോ ആംഗിൾ ആർ ഡി സി ഇസ് ഈക്വൽ ടു എത്രയാന്ന് കിട്ടി, എന്താ ആർ ഡി സി ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും, ഈ ആംഗിൾ ആയിരിക്കും, ഇവിടെ ഉള്ള ആംഗിൾ ആ എന്തോ സി, ഓക്കെ ഒരു സി പോലത്തെ. ഓക്കെ, അതെയോ, ഇനി എന്തോ ആണ് ഓക്കെ മാറ്റി പോകുന്നുണ്ട് അതുകൊണ്ടാ. ഓക്കെ, ആംഗിൾ ആർ ഡി സി ഈക്വൽ ടു ആംഗിൾ സി. ഓക്കെ, ഓക്കെ അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് എന്ത് കിട്ടി, ആദ്യത്തത് ആംഗിൾ, ഇപ്പുറത്തെ ആംഗിൾ നമുക്ക് നേരത്തെ ഏത് ആംഗിളാ കിട്ടിയത്, വേറൊരു ആംഗിൾ കിട്ടിയില്ല, ആർ ആർ സി, നേരത്തെ നമുക്കൊരു കിട്ടിയ ആംഗിൾ ആർ സി ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ
എ എന്ന് പറഞ്ഞും കിട്ടി, ആംഗിൾ ആർ ഡി സി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ആംഗിള് സി എന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാ, എ ബി പാരലൽ ടു സി ഡി എന്ന് പറഞ്ഞൂടെ? ഓക്കെ. ഓക്കെ, എ ബി അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി. ഒരു ഇങ്ങനെ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് രണ്ട് പാരലൽ ലൈൻസ് ഒരു ട്രാവേഴ്സിൽ വെച്ച് കട്ട് ചെയ്താൽ ഈ ആംഗിളും ഈക്വൽ ആണ്. ആ അപ്പൊ കറസ്പോണ്ടിങ് എന്തായി, ആംഗിൾസ് ഈക്വൽ ആയി. ഓക്കെ. ഓക്കെ, അപ്പോ ഇനിയിപ്പോ നമുക്ക് ട്രയാങ്കിൾ എ ബി ആർ എടുത്താല് എ ബി ഇസ് എന്താണ്, പാരലൽ ടു സി ഡി. എ ബി പാരലൽ ടു സി ഡി എന്ന് കാണിച്ചു. സി ഡി എന്ത് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സി ഡി ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എ ബി ഇസ് പാരലൽ ടു സി ഡി ആണ്. അതുപോലെ തന്നെ സി ഡി എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, എ ആറിനെയും ബി ആറിനെയും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? കുറേ പറയാനുണ്ട്. അതായത് നമ്മൾ എല്ലാ പ്രോപ്പർട്ടീസും കൂടെ ഒരുമിച്ച് പറഞ്ഞതുകൊണ്ട് ഇനി ഇതിലെ പ്രൊപ്പോർഷണാലിറ്റി ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. എല്ലാം ഇത് എക്സാമിന് വരുമോ? അങ്ങനൊക്കെ ചോദിച്ചാലോ, മേ ബി. അതായത് ഇപ്പം ഈ സെയിം ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, പക്ഷെ എന്ത് ചെയ്യാ, ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് എല്ലാ പ്രോപ്പർട്ടീസും കമ്പൈൻ ചെയ്തൊക്കെ ചോദിക്കാം. ഓക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാ കയറിയത്. എന്തായാലും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടി ഇരുന്നിട്ട് ഈ ചാപ്റ്റർ ഒന്ന് സെറ്റ് ആക്കി തരാം. അതായത് ഈ ഒരു പാർട്ടിൽ കുറച്ച് ലീനിയർ പേഴ്സ് അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് വരുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ½ എക്സ്ട്രാ എടുത്താൽ കുഴപ്പമുണ്ടാവോ? ഇല്ല. ഉണ്ടാവോ? ഞാൻ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതപ്പം പറഞ്ഞു. പറയാം. അപ്പം പറയാം. എങ്ങനെ? അപ്പം ഓക്കെ, പറയാം. അപ്പൊ ഓക്കെ. നോക്കിയിട്ട് ഈ പറഞ്ഞോണ്ട് എന്തായാലും നമുക്ക് പണ്ട് പഠിച്ച കുറച്ച് സംഭവങ്ങളും കൂടെ തട്ടിയെടുത്താല് ഏകദേശം, അതായത് പണ്ടത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ വേണം. ലീനിയർ പേഴ്സ്, പ്രൊപ്പോർഷണാലിറ്റി, സിമിലർ ട്രയാങ്കിൾസ്, അങ്ങനെ എല്ലാതും പറയുന്നുണ്ട്. അപ്പൊ ഓക്കെ. അതൊക്കെ കൂടെ പറഞ്ഞാലേ എവിടേക്ക് എത്തുന്നുള്ളൂ. അപ്പൊ ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓക്കെ. പിന്നെ കുറച്ച് കൺസ്ട്രക്ഷൻ്റെ പറയാനുണ്ട്. അപ്പൊ അത് പറയാൻ എന്തായാലും ടൈം എടുക്കും. വരച്ച് 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 കാണിക്കുന്നതാണ് ഈ ഒരു ഓക്കെ. ചാപ്റ്ററിൽ തന്നെ. ഓക്കെ അപ്പൊ മാം. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കേട്ടോ. ആ, ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നോക്കിയിട്ട് ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ടി. ഓക്കെ, ഓക്കെ ഓക്കെ. ശരി. ബൈ.